സോ ഹായ് എവ്രി വൺ. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഹൗ വി വിൽ ടീച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ സ്മോളർ ഗ്രേഡ്സ്. സോ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെയാണ് AI എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവരൊരു കുഞ്ഞു AI പ്രൊജക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ടീച്ചബിൾ മെഷീൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഗൂഗിൾ ടീച്ചബിൾ മെഷീൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഗൂഗിൾ ടീച്ചബിൾ മെഷീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. സോ അതിൻ്റെ ലാൻഡിങ് പേജാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാം. സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ്. യെസ്, സോ ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. യെസ് വന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ആക്ച്വലി നമ്മൾ ഇമേജസ് കമ്പയർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇമേജസ് നമുക്ക് കമ്പയർ ചെയ്യാം, വീഡിയോനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മളെ ഹ്യൂമൻ്റെ ഡിഫറെൻറ്റ് പോസുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആക്ച്വലി AI എന്ന് പറയുന്നത് നമ്മൾ ടീച്ച് ചെയ്യാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുത്ത് ഇത് ക്യാറ്റാണ് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം ആ മെഷീനിന്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു കോഡിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ബ്ലോക്ക് കോഡും യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ടെക്സ്റ്റ് കോഡും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ടീച്ചബിൾ മെഷീൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഫസ്റ്റ് വൺ ഇമേജ് പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇമേജ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. യെസ്, ഇനി ഇവിടെ ഒരു ഓപ്ഷൻ കാണാം സ്റ്റാൻഡേർഡ് ഇമേജ് മോഡൽ. അപ്പോൾ നേരെ ഞാനത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പുതിയ പേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാസ് 1, അതേപോലെ തന്നെ ക്ലാസ് 2, അതേപോലെ ഇവിടെ വെബ് ക്യാം, അതേപോലെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ദെൻ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു, AI ക്യാമറ. സോ അതിലെങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഹെൽമെറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് AI ക്യാമറാസ്, അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം ക്ലാസ് 1 എന്ന് പറയുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെബ് ക്യാം. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ ഫോട്ടോസ്, നമ്മളെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ക്ലാസ് 1 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കാറ്റഗറി, അതേപോലെ ക്ലാസ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് കാറ്റഗറി. അപ്പോൾ ഞാനിവിടെ ക്ലാസ് 1 എന്ന് പറയുന്ന കാറ്റഗറിയെ റീനെയിം ചെയ്തിട്ട് വിത്ത് ഹെൽമെറ്റ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് വിത്ത് ഹെൽമെറ്റ് ആണെങ്കിൽ ഒരാൾ 2 വീലർ ഓടിച്ച് വരികയാണെങ്കിൽ അത് വിത്ത് ഹെൽമെറ്റ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമ്മളെ മെഷീനിന് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ ക്ലാസ് 2 എന്ന് പറയുന്നത് ഞാനിവിടെ വിത്തൗട്ട് ഹെൽമെറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, വിത്തൗട്ട് ഹെൽമെറ്റ്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ എന്ത് ടീച്ച് ചെയ്യണം? ഒരാൾ ഹെൽമെറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ, 2 വീലർ റൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് ഹെൽമെറ്റാണ്. ഇപ്പോൾ വിത്തൗട്ട് ഹെൽമെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ഒരാൾ ഹെൽമെറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഇമേജസ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ലൈവ് തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വിത്തൗട്ട് ഹെൽമെറ്റ് ആണ്. ഇപ്പോൾ ഞാനിവിടെ വെബ് ക്യാം ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹോൾഡ് ടു റെക്കോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാനിവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓക്കെ, ഒരാൾ ഹെൽമെറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഫോട്ടോസ് ഇപ്പോൾ നമ്മളെ ഗൂഗിൾ ടീച്ചബിൾ മെഷീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാം ഫോട്ടോസിൻ്റെ കൗണ്ട് കാണാം. അപ്പോൾ ഞാനൊരു മോർ ദാൻ 300 ആയി കഴിഞ്ഞാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നമുക്ക് നമ്മളെ ഹെഡിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ നമുക്ക് ടേൺ ചെയ്യാം. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ അതിന് മനസ്സിലാവും. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇടാതെ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പം ഒരു 361 ഫോട്ടോസ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ഹെൽമെറ്റ്. അപ്പോൾ വിത്തൗട്ട് ഹെൽമെറ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കോഡിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആക്ച്വലി AI എന്ന് പറയുന്നത് നമ്മൾ ടീച്ച് ചെയ്യാണ്. എന്താണ് ടീച്ച് ചെയ്യുന്നത്? നമുക്ക് എന്താണോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ നമ്മളെ പാരൻസ് പല കാര്യങ്ങളും നമ്മൾ ടീച്ച് ചെയ്തു. പിന്നെ
നമ്മളത് പിന്നീട് കാണുമ്പോൾ നമ്മളത് റീകോൾ ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഈ സിസ്റ്റത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു പേഴ്സൺ ഹെൽമെറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റത്തെ അത് ചെയ്യാനുള്ളത് വിത്ത് ഹെൽമെറ്റ്. ഒരാൾ വിത്ത് ഹെൽമെറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഹെൽമെറ്റ് വേണം. അപ്പോൾ ഞാനിവിടെ ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഫിക്സ് ചെയ്യാണ്. ഓക്കെ, യെസ്. ഇനി ഞാനിവിടെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ വെബ് ക്യാം വിത്ത് ഹെൽമെറ്റ് എന്ന് പറയുന്ന വെബ് ക്യാം ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുമ്പം ഹെൽമെറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോർ ദാൻ 300 ഫോട്ടോസ് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. യെസ്, അതും റെക്കോർഡ് ചെയ്തു. അപ്പം ഇതും ഇമേജസ് തന്നെയാണ്. ഇപ്പോൾ 2 ടൈപ്പ് ഇമേജസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തു. ഇനി ഞാൻ ഈ ഹെൽമെറ്റ് ഒന്ന് അയച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം നമുക്കിവിടെ 2 ടൈപ്പ് ഇമേജസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഒന്ന് വിത്ത് ഹെൽമെറ്റ്, ഓക്കെ, സെക്കൻഡ് വൺ വിത്തൗട്ട് ഹെൽമെറ്റ്. ഇനി നമുക്കിതിനെ ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇമേജസ് സ്റ്റോർ ചെയ്തു, ഡാറ്റ എന്നാണ് നമ്മളതിനെ പറയുന്നത്. നോർമലി ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് എല്ലാ AI സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ട്രെയിൻ മോഡൽ. അതായത് നമ്മളെടുത്ത ഫോട്ടോസിനെ നമ്മളെ മോഡൽ ഉപയോഗിച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ അതെന്ത് മനസ്സിലാക്കും? ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരാൾ ഹെൽമെറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഈ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, ഇനി ഇവിടെ ട്രെയിൻ മോഡൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, സോ പ്രിപ്പയറിംഗ് ട്രെയിനിങ് ഡാറ്റ എന്നിവിടെ കാണിക്കുന്നുണ്ട്. സോ ഇറ്റ് വിൽ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം റെഡി ആവുന്നവരെ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാബ് സ്വിച്ച് ചെയ്യാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ മോഡലിൽ നമ്മൾ ടീച്ച് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് പ്രോഗ്രസിങ്. യെസ്. സോ ഇപ്പോൾ നമുക്ക് നമ്മളെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ആയ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇപ്പോഴത്തെ നമുക്ക് കാണാം നമ്മളെ വെബ് ക്യാം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, ഇപ്പം ഞാൻ ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കാണാം വിത്തൗട്ട് ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്ഷൻ ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് 100%. ദാറ്റ് ഈസ് ഹെൽമെറ്റ് വിത്തൗട്ട് ഹെൽമെറ്റ് ഞാൻ ക്യാമറേൻ്റെ മുമ്പിൽ വന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തു. വിത്തൗട്ട് ഹെൽമെറ്റ് എന്നുള്ളത് ഇവിടെ കാണാം. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊന്ന് ഹെൽമെറ്റ് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പം നേരെ വിത്ത് ഹെൽമെറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, യെസ്, ഞാൻ ഹെൽമെറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇവിടെ വിത്ത് ഹെൽമെറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഞാൻ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, യെസ്, ഹെൽമെറ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ വിത്തൗട്ട് ഹെൽമെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ ഡിറ്റക്ട് ചെയ്തു. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആദ്യം കുറേ ഫോട്ടോസ് എടുത്തു വിത്ത് ഹെൽമെറ്റ്, വിത്തൗട്ട് ഹെൽമെറ്റ്. എന്നിട്ട് നമ്മൾ ആ സിസ്റ്റത്തിനെ നമ്മൾ ട്രെയിൻ ചെയ്തു. അതിനുവേണ്ടി നമ്മൾ കോഡോ അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ചെയ്തത് എന്താണ്? ട്രെയിൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഡിഫിക്കൽട്ടിയും ഇല്ലാതെ എങ്ങനെയാണ് AI സിസ്റ്റത്തെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിക് ഐഡിയ അവർക്ക് കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് AI Tutorന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.